ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ലിൻഡൽസ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം ലിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇറ്റ് ഈസ് ഇവിടെ ഫിഗർ നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ലിൻഡൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളൊരു ഓപ്പണിങ്ങിന് എക്രോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ് എന്തെന്ന് പറഞ്ഞാൽ ലിൻഡൽ. ഓക്കെ, ലിൻഡൽ ഈസ് എ ഹൊറിസോണ്ടൽ മെമ്പർ വിച്ച് ഈസ് പ്ലേസ്ഡ് എക്രോസ് ആൻ ഓപ്പണിങ്. ഇവിടെ എന്തുണ്ടോ ഓപ്പണിംഗ് ഉണ്ടല്ലേ, അതിന് എക്രോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എന്താണ് ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ് ലിൻഡൽ എന്ന് പറയുന്നത്. ഇതെന്തിനാണ് കൊടുക്കുന്നത്? ഈ ലിൻഡലിൻ്റെ മുകളിൽ സ്ട്രക്ചേഴ്സ് വരും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ആ സ്ട്രക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ ആ മുകളിലുള്ള സ്ട്രക്ചറിൽ നിന്നും ലോഡ് ഈ വോൾസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിൻഡൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടുത്തെ ലിൻഡലിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഒരു ബീം അല്ലെങ്കിൽ ഒരു ആർച്ചിൻ്റെ ഫംഗ്ഷന് സെയിം ആണ് അല്ലേ. ഫംഗ്ഷൻ ഓഫ് എ ലിൻഡൽ ഈസ് ജസ്റ്റ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് ആൻ ആർച്ച് ഓർ എ ബീം. പിന്നെ ഈ ലിൻഡലിൻ്റെ പ്രത്യേകത ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അതെന്ന് പറയുന്നത് ഈസിയാണ്, അതുപോലെ തന്നെ സിമ്പിളാണ്. ഇനി നമ്മൾ ആർച്ചസും ഉണ്ട്, ലിൻഡൽസും ഉണ്ട്. ആർച്ചസ് നമ്മൾ ഏതൊക്കെ കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ ലോഡ് ഹെവി ലോഡ്സ്, ഓക്കെ, ഹെവി ലോഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആർച്ച് യൂസ് ചെയ്യും. ഓക്കെ, ആർച്ച് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഹെവി ലോഡ്സ് അതിനെടുക്കണം. അതുപോലെ തന്നെ സ്പാൻ എന്ന് പറയുന്നത് മോറാണെങ്കിൽ വലിയ സ്പാനുകളൊക്കെ എക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആർച്ച് യൂസ് ചെയ്യും. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആർക്കിടെക്ചറൽ അപ്പിയറൻസ് നമുക്ക് ആവശ്യമുണ്ട്, സ്പെഷ്യൽ ആർക്കിടെക്ചറൽ അപ്പിയറൻസ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആർച്ച് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള അബട്ട്മെൻറ്റ്സ്, ഇവിടെ ആയിട്ട് ആർച്ച് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും അല്ലേ. സ്ട്രോങ് ആയിട്ടുള്ള അബട്ട്മെൻറ്റ്സും പിയേഴ്സും ഒക്കെ അവൈലബിൾ ആണ്, സപ്പോർട്ട്സും ഒക്കെ അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആർച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ലിൻഡൽ എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഹെവി ലോഡൊന്നും ഇല്ല, ജസ്റ്റ് കുറച്ച് ലോഡൊക്കെ എടുത്താൽ മതി എന്നുള്ളതുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലിൻഡൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ലിൻഡലിൽ നമ്മൾ അതിൻ്റെ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിൻഡൽ ഉണ്ട്. അതിൽ RCC ലിൻഡൽസ് ആണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടു സ്പാൻ ദ ഓപ്പണിങ്സ് ഫോർ ഡോർസ്, വിൻഡോസ് എക്സെട്ര. ഓക്കെ, ദെൻ ബിയറിംഗ് ഓഫ് ലിൻഡൽ. എന്താണ് ബിയറിംഗ് ഓഫ് ലിൻഡൽ? ബിയറിംഗ് ഓഫ് ലിൻഡൽ ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കവാറും എല്ലാ PSC എക്സാംസിനും ചോദിക്കുന്നതാണ്. ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്താണ്? ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് അപ് ടു വിച്ച് ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ സപ്പോർട്ടിംഗ് വോൾ. അതായത് ഇവിടെ കാണാം, ഇവിടെ ഈ ഭാഗത്ത് എന്ത് വരുന്നുണ്ട്, ഈ ഭാഗത്തായിട്ട് വോൾ വരുന്നുണ്ട് അല്ലേ. അതിൽ എന്തുമാത്രം അകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്, അതായത് ഇവിടെ ആയിട്ട് വോള് വരും. സോ ഇത്രയും ഡിസ്റ്റൻസ് എന്താണ്, അകത്തോട്ട് ലിൻഡലിൻ്റെ കുറച്ച് ഭാഗം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഡിസ്റ്റൻസ് അപ് ടു വിച്ച് എന്താണ്, ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ സപ്പോർട്ടിംഗ് വോൾ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബിയറിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ബിയറിംഗ് എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് അപ് ടു വിച്ച് ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ സപ്പോർട്ടിംഗ് വോൾ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ബിയറിംഗ് എന്ന് വിളിക്കുന്നത്. ബിയറിംഗ് ഓഫ് ലിൻഡൽ നമ്മൾ എത്രയാണ് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ബിയറിംഗ് എത്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. പല എക്സാംസിനും ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ബിയറിംഗ് എത്രയാണ് കൊടുക്കുന്നത് കഴിഞ്ഞാൽ, ഇറ്റ് ഷുഡ് ബി ദ മിനിമം ഓഫ്, ഓക്കെ, എന്താണ്, ഇറ്റ് ഷുഡ് ബി ദ മിനിമം ഓഫ്, എന്തിൻ്റെയൊക്കെ മിനിമം ആയിരിക്കണം, ഒന്നുകിൽ 100 mm, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഹൈറ്റ് ഓഫ് ലിൻഡൽ. എന്താണ്, ഹൈറ്റ് ഓഫ് ലിൻഡൽ. ഓക്കെ, ദെൻ മൂന്നാമത് വരുന്നത് 1/10, ഓക്കെ, 1/10 to 1/12 ഓഫ് ദ സ്പാൻ ഓഫ് ലിൻഡൽ. ഓക്കെ, ലിൻഡലിൻ്റെ സ്പാൻ എന്ന് എന്താണ്, അതിൻ്റെ ടോട്ടൽ എന്ത് മാത്രം, ഇതാണ് അതിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ 1/10 അല്ലെങ്കിൽ 1/12, ഓക്കെ, 1/10 to 1/12, അപ്പോൾ ഈ ഒരു റേഞ്ചിൽ അതിൻ്റെ സ്പാന്. അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ ഏതാണോ മിനിമം വരുന്നത് അതാണ് ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ദ ഡിസ്റ്റൻസ് അപ് ടു വിച്ച് ഇറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ദ സപ്പോർട്ടിംഗ് വോൾ. അതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്, ബിയറിംഗ് എന്ന് വിളിച്ചത്. ബിയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ദ മിനിമം ഓഫ് 3 കൺസിഡറേഷൻസ്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞാൽ 100 mm, ഓക്കെ, മിനിമം ഓഫ് 100 mm, അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ലിൻഡലിൻ്റെ ഹൈറ്റ് എത്രയാണ്, അല്ലെങ്കിൽ 1/10 to 1/12 ഓഫ് ദ സ്പാൻ ഓഫ് ലിൻഡൽസ്. അതിൻ്റെ ലിൻഡലിൻ്റെ സ്പാനിൻ്റെ 1/10 അല്ലെങ്കിൽ 1/12. അപ്പോൾ ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതാണോ മിനിമം വാല്യൂ വരുന്നത് അതാണ് ബിയറിംഗ് ഓഫ് ലിൻഡൽ എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് മെറ്റീരിയൽസ് ഫോർ ലിൻഡൽസ്. എന്താണ് മെറ്റീരിയൽസ് ഫോർ
ലിൻഡേഴ്സ്. ഓക്കെ, മെറ്റീരിയൽസ് എന്തൊക്കെ മെറ്റീരിയൽസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ വുഡ് ലിൻഡേഴ്സ് ഉണ്ട്, വുഡ് ഓർ ടിമ്പർ ലിൻഡേഴ്സ്. ഓക്കെ, വുഡ് ഓർ ടിമ്പർ ലിൻഡേഴ്സ് ഉണ്ട്. ദെൻ സ്റ്റോൺ ലിൻഡേഴ്സ് ഉണ്ട്. എന്തുണ്ട്? സ്റ്റോൺ ലിൻഡേഴ്സ് ഉണ്ട്. ദെൻ ബ്രിക്ക് ലിൻഡലുണ്ട്, ബ്രിക്ക് ലിൻഡലുണ്ട്. ദെൻ സ്റ്റീൽ ലിൻഡലുണ്ട്, സ്റ്റീൽ ലിൻഡൽ. ദെൻ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ലിൻഡൽ, അതായത് RCC. ഇതിൽ RCC ലിൻഡലാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിതിനെപ്പറ്റി ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം.